അയ്യോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുറേ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കണ്ടു. ആ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ ആദ്യത്തെ 2-3 ക്ലാസ്സുകൾക്ക് മുന്നേ നമ്മൾ കണ്ടത് കുറേ ബേസിക് ഡെഫിനിഷൻ ആയിരുന്നു. എന്താണ് വോയിഡ് റേഷ്യോ, എന്താണ് പോറോസിറ്റി, എന്താണ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കുറേ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. എന്നിട്ട് ഡെറിവ് ചെയ്ത ഇക്വേഷനാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്, ഉണ്ടല്ലോ. സോ ഈ ഇക്വേഷൻസും ആദ്യത്തെ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ അവസാനത്തെ പോർഷനാണിത്. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടീസിലോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവിംഗ് ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ ബേസിക് ഡെഫിനിഷൻസും അറിയണം. ആ ബേസിക് ഡെഫിനിഷൻസ് വെച്ചുള്ള ഈ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അറിയണം. ഇത്രയും അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ എടുത്ത് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് പ്രോബ്ലം. പ്രോബ്ലം മൊത്തത്തിൽ വായിക്കുന്നില്ല, സെന്റൻസ് ബൈ സെന്റൻസ് നമുക്കൊന്ന് വായിച്ചുണ്ട്. സോ ഫസ്റ്റത്തെ സെന്റൻസ് എന്താ? The weight of a chunk of moist soil is 0.196 kilonewton. സോ ഒരു സോയിൽ സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മോയിസ്റ്റ് സോയിൽ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ കണ്ടീഷനിൽ സോയിൽ എടുത്തു കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ സൈറ്റിൽ പോയി സോയിൽ സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ ആ കിട്ടുന്ന സോയിൽ സാമ്പിളാണ് പറയുന്നത് നമ്മൾ മോയിസ്റ്റ് സോയിൽ എന്നല്ലെങ്കിൽ സോയിൽ സാമ്പിൾ എന്ന് പറയാം. അതിൻ്റെ നാച്ചുറൽ കണ്ടീഷനിലുള്ള സോയിൽ സാമ്പിൾ. അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 0.196 കിലോന്യൂട്ടൺ. സോ നാച്ചുറൽ കണ്ടീഷനിലുള്ള സോയിൽ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു 3 ഫേസ് സിസ്റ്റം ആയിരിക്കും. അതിൽ എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, സോളിഡ്സും ഉണ്ടാവും. സോ അതിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ വെയിറ്റ് എന്താ? W is equal to 0.196 kilonewton. That is weight of soil sample. അല്ലേ? അടുത്ത സെന്റൻസ് അതിന്റെ വോളിയം തന്നു. വോളിയം ഈസ് 0.11 മീറ്റർ ക്യൂബ്. സോ വോളിയം ഈസ് 0.11 മീറ്റർ ക്യൂബ്. ഓക്കെ, വെയിറ്റും കിട്ടി, വോളിയം കിട്ടി അറ്റ് നാച്ചുറൽ കണ്ടീഷൻ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സോയിൽ സാമ്പിളിൽ ഹോട്ട് എയർ ഓവനിൽ വെച്ച് ചൂടാക്കുന്നു. നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും, ഒരു എക്സ്പെരിമെന്റ്. സോ അതിൽ ചെയ്ത പ്രോസസ്സാണ്. നമുക്ക് കിട്ടിയ സോയിൽ സാമ്പിൾ, നാച്ചുറൽ കണ്ടീഷനിലുള്ള സോയിൽ സാമ്പിൾ ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യും. ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വോയിഡ്സിലുള്ള വാട്ടർ ഇല്ലേ, വോയിഡ്സിലുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് അത് ഡ്രൈ സോയിൽ ആവും. സോ ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ സാമ്പിളിൽ ആകെ ഉണ്ടാവുക സോളിഡ് ഗ്രെയിൻസും എയറും മാത്രമാണ്. വോയിഡ്സിലെ എയറും മാത്രമാണ് ഉണ്ടാവുക. സോ എയറിന് വെയിറ്റ് ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു. സോ ഇഫ് വി ആർ ഗോയിങ് ടു വെയ് ദിസ് സോയിൽ സാമ്പിൾ, വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് വെയിറ്റ് ഓഫ് സോളിഡ്സ് അല്ലേ? ഈ ഡ്രൈ സോയിൽ നമ്മൾ പോയിട്ട് വെയ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വെയിറ്റ് എന്താ? വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. സോ വാട്ട് ഈസ് വെയിറ്റ് ഓഫ് സോളിഡ്സ്? Weight of solids is nothing but whatever the weight we are getting after oven drying the sample. So that is 0.162 kilonewton. So നമുക്ക് വെയിറ്റ് കിട്ടി, വോളിയം കിട്ടി, വെയിറ്റ് ഓഫ് സോളിഡ്സ് കിട്ടി. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 2.7 ആൻഡ് ദെൻ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് 10 kilonewton per meter cube. സാധാരണ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് എന്താ? 9.81 kilonewton per meter cube അല്ലേ? സോ 9.81 നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 9.81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ വി വിൽ ബി യൂസിങ് 10 kilonewton per meter cube as യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. സോ ഇത്രയും ഡാറ്റ തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് വാട്ടർ കണ്ടന്റ്, ഫൈൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ, ഫൈൻഡ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, ഫൈൻഡ് വോയിഡ് റേഷ്യോ, പോറോസിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. നമുക്ക് 1 by 1 ഓരോന്നായിട്ട് എടുത്തു നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താ? വാട്ടർ കണ്ടന്റ്. സോ വാട്ടർ കണ്ടന്റിന്റെ ബേസിക് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ കണ്ടന്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് അല്ലേ? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. വെയിറ്റ് ഓഫ് സോളിഡ്സ് നമ്മൾ കണ്ടു, ഇവിടെ തന്നിട്ടുണ്ട് 0.162 kilonewton. നമുക്ക് എന്താ വേണ്ടത്? വെയിറ്റ് ഓഫ് വാട്ടർ. ഇവിടെ വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? സോ വെയിറ്റ് ഓഫ് സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? സാമ്പിളിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എങ്ങനെ എടുത്തോ ആ സ്റ്റേറ്റിലുള്ള സാമ്പിളിന്റെ വെയിറ്റ് ആണ് സാമ്പിൾ വെയിറ്റ്. സോ വെയിറ്റ് 0.196 നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ സാമ്പിളിലെ ഓവനിൽ വെച്ച് കഴിയുമ്പോൾ അതിലെ വാട്ടറൊക്കെ പോയി ഡ്രൈ സ്റ്റേറ്റിലെത്തിയപ്പോൾ ഉള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സോയിൽ സാമ്പിളിൽ അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ എയറും വാട്ടറും സോളിഡ്സും ഉണ്ടായിരുന്നു. ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിലെ വാട്ടർ പോയി. സോ ആ രണ്ട് സ്റ്റേറ്റിലെ വെയിറ്റ് നമുക്കുണ്ട്. സോ ടോട്ടൽ വെയിറ്റിൽ നിന്ന് ഡ്രൈ സാമ്പിളിന്റെ വെയിറ്റ് കിട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വെയിറ്റ് എന്തായിരിക്കും? നഷ്ടപ്പെട്ട വാട്ടറിന്റെ വെയിറ്റ് അല്ലേ? സോ വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് നത്തിങ് ബട്ട്
weight of sample minus weight of solids. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.034 kilonewton എന്ന് കിട്ടും. ആ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. So water content is equal to 0.034 divided by 0.162 into 100. The answer comes to 21%. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. സോ നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട്. സോ അതിനുള്ള ഡാറ്റാസ് ഞാൻ ഒന്നുകൂടെ മാറ്റിയതാണ്. സോ വെയിറ്റ്, വോളിയം, വെയിറ്റ് ഓഫ് സോളിഡ്സ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച വാട്ടർ കണ്ടന്റ്. സോ ഇത് വെച്ച് നമ്മൾ രണ്ടാമത്തത് കണ്ടുപിടിക്കാൻ പോകാം. സോ സെക്കൻഡ് എന്താ? യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ. എന്താ യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ബേസിക് ഡെഫിനിഷൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സോയിൽ സാമ്പിൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വെയിറ്റ് ബൈ വോളിയമാണ് എന്ത്? യൂണിറ്റ് വെയിറ്റ്, വെറുതെ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. സോ ഇവിടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ചോദിച്ചിരിക്കുന്നത്. So bulk unit weight is nothing but weight by volume in its natural state. Natural state le weight എത്രയാ? That is 0.196. Natural state le volume എന്ന് വെച്ചാൽ volume of sample തന്നെ 0.011 meter cube. So weight by volume is bulk unit weight and the value comes around 17.82 kilonewton per meter cube. So we got unit weight of moist soil. അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? Dry unit weight. സോ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റിലെ വെയിറ്റ് എടുത്തിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടത് നേരത്തെ. ആ സോയിൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വാട്ടർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് എടുക്കുന്ന വെയിറ്റ്. സോ ഡ്രൈ വെയിറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അല്ലേ? സോ ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? WS/V, വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ V. വെയിറ്റ് ഓഫ് സോളിഡ്സ് നമുക്കറിയാം 0.162 kilonewton ആണ്. സോ 0.162 divided by 0.011. The answer comes to around 14.72 kilonewton per meter cube. സോ ഇതുവരെ നമ്മൾ ചെയ്തത് ബേസിക് ഡെഫിനിഷൻ എടുത്തു. ബേസിക് ഡെഫിനിഷനിൽ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വി ഗോട്ട് ദ ആൻസർ. സോ വി ഗോട്ട് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഈസ് 14.72 kilonewton per meter cube. സോ നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വോയിഡ് റേഷ്യോ. സോ വോയിഡ് റേഷ്യോ, what do you mean by void ratio? Void ratio is the ratio of volume of voids to volume of solids അല്ലേ? സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ ബേസിക് ഡെഫിനിഷനിൽ പഠിച്ചു. സോ ഇവിടെ നോക്കുക, വോളിയം ഓഫ് വോയിഡ്സ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. വോളിയം ഓഫ് സോളിഡ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ബേസിക് ഡെഫിനിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? നമ്മൾ കുറെ ഡിറൈവ് ചെയ്ത് വെച്ചാൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഓരോന്നായിട്ട് എടുത്തു നോക്കുക. സോ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഏതാ? E is equal to WG/S. W വാട്ടർ കണ്ടല്ല, നമുക്കറിയാം. G സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ വോയിഡ് റേഷ്യോ വരുന്ന വേറൊരു ഇക്വേഷൻ ഉള്ളത് ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഗാമ W ബൈ 1 + C. സോ ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഗാമ W ബൈ 1 + C. ഈ ഇക്വേഷനിൽ നോക്കുക, ഈ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? ഗാമ ഡി തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ സോയിലിന്റെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അത് ഗാമ ഡി. ഗാമ ഡബ്ല്യു നമുക്കറിയാം 10 kilonewton per meter cube. G സ്പെസിഫിക് ഗ്രാവിറ്റി 2.7. വോയിഡ് റേഷ്യോ വെച്ച് ബാക്കി എല്ലാം നമുക്ക് അറിഞ്ഞുകൂടെ? സോ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. വോയിഡ് റേഷ്യോ E is equal to G gamma W by gamma D minus 1. You substitute, you will get the answer as 0.83. സോ നമ്മൾ വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചു. വോയിഡ് റേഷ്യോ ഈസ് 0.83. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പോറോസിറ്റി അല്ലെ? പോറോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? പോറോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഇൻറ്റു 100. ടോട്ടൽ വോളിയം നമുക്കറിയാം, പക്ഷെ വോളിയം ഓഫ് വോയിഡ്സ് തന്നിട്ടില്ല. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു? വി ആർ ഗോയിങ് ടു ഫൈൻഡ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. സോ നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്താ? റിലേഷൻ ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി അല്ലെ? വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ N is equal to E by 1 plus E. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ പോരെ? സോ N is equal to E by 1 plus E. ഇന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ, 0.83 by 0.83 plus 1 and we get the answer as 0.45. പക്ഷെ ഇവിടെ വെച്ച് നമ്മൾ നിർത്തില്ല. കാരണം പോറോസിറ്റി നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുക പെർസെൻറ്റേജിലാണ്, ഒരിക്കലും ഡെസിമൽ ആയിട്ടല്ല. So 0.45 എന്ന് പറഞ്ഞാൽ it is 45%. So when you write the answer, you should show porosity as 45%. So you have porosity
porosity is 45%. Last one is degree of saturation. So in the degree of saturation, degree of saturation volume of water by total volume of voids into 100. Volume of water അറിയില്ല, volume of voids അറിയില്ല, so equation ഉപയോഗിക്കാൻ പറ്റില്ല. So go to the equation of functional relationship. So E is equal to WG by S. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ, കാരണം നേരത്തെ എസ് അറിയില്ലായിരുന്നു, ഇവിടെ എസ് ആ കണ്ടുപിടിക്കല്ലേ അല്ലെ. വോയിഡ് റേഷ്യോ അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത പോലെ degree of saturation is equal to WG by E. So what is W? Water content. Water content ഇവിടെ നോക്കുക, നമ്മൾ 21% എന്നാണ് കണ്ടുപിടിച്ചത് അല്ലെ. So water content is usually expressed as a percentage, but while you are going to substitute it in an equation to solve problems, you have to use it as a decimal. So use it as a decimal. So I am going to use it as 0.21 instead of 21%. So 0.21 into 2.7 divided by 0.83. That is degree of saturation, and I am getting the answer as 0.68. So ഇവിടെ നോക്കുക 0.68 ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. പക്ഷേ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 68%. സോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് 68%. ഇത്രയുമാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. വാട്ടർ കണ്ടന്റ് ഈസ് 21%, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഈസ് 17.82, dry unit weight is 14.72, void ratio is 0.83, then porosity is 45%, and degree of saturation is 68%. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുക, എന്തൊക്കെ തന്നു എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്തൊക്കെ വേണമെന്ന് എഴുതുക, then relate it with the basic definitions and equations. You will be able to solve all the problems. So ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിന് ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോകും നമ്മൾ. ഞാൻ അന്ന് ബേസിക് ഡെഫിനിഷൻ ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഇക്വേഷൻസ് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്നെങ്കിൽ മാസ് ആൻഡ് ഡെൻസിറ്റിന്റെ ടേംസിൽ, അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ആൻഡ് വെയിറ്റിന്റെ ടേംസിൽ. സോ വെയിറ്റ് ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും, മാസ് ആണെങ്കിൽ ഡെൻസിറ്റി ആയിരിക്കും അല്ലെ. വെയിറ്റും മാസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. മാസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന മെറ്റീരിയലിന്റെ എമൗണ്ട് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ്, വി ആർ ആഡിങ് അപ്പ് the gravity to it. So weight ആണെങ്കിൽ അത് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം ആണ്. മാസ് ആണെങ്കിൽ ഡെൻസിറ്റി ആയിരിക്കും അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ സെയിം ഫോർമാറ്റിൽ സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുക. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നതൊന്നും വെയിറ്റ് അല്ല, തന്നിരിക്കുന്നത് മുഴുവൻ മാസ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതെല്ലാം ഡെൻസിറ്റി ആണ്, യൂണിറ്റ് വെയിറ്റ് അല്ല. സോ ഈ പ്രോബ്ലം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. സോ അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ നോക്കണ്ടേ. സോ ആദ്യം ഞാൻ പറഞ്ഞു വെയിറ്റ് വിൽ ചേഞ്ച് ടു മാസ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, നിങ്ങൾക്കറിയാം. സോ വെറെവർ യു ഹാവ് വെയിറ്റ്, എവറിത്തിങ് വിൽ ബി കൺവേർട്ടഡ് ടു മാസ്. ഡബ്ല്യുവിന് പകരം എം ആയിരിക്കും. ദെൻ വെയിറ്റ് ചേഞ്ച് ചെയ്താൽ മാസ് ആയി കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും? യൂണിറ്റ് വെയിറ്റ് വിൽ ബി ചേഞ്ച് ടു ഡെൻസിറ്റി. സോ യൂണിറ്റ് വെയിറ്റ് ഡെൻസിറ്റി ആവുന്നു. സോ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ബൾക്ക് ഡെൻസിറ്റി ആവും, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഡ്രൈ ഡെൻസിറ്റി ആവും, വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് വാട്ടറിന്റെ ഡെൻസിറ്റി ആവും. യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ നിന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആവും. സോ എല്ലാ ഇക്വേഷനിലും എല്ലാ ബേസിക് ഡെഫിനിഷനിലും എന്ത് ചെയ്താൽ മതി? വെയിറ്റിന് പകരം മാസ് ഇടുക, യൂണിറ്റ് വെയിറ്റിന് പകരം ഡെൻസിറ്റി ഇടുക. അങ്ങനെ ചെയ്താൽ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. മാസ് ഓഫ് സോയിൽ സാമ്പിൾ 20 കിലോഗ്രാം, വോളിയം ഓഫ് സാമ്പിൾ 0.011 മീറ്റർ ക്യൂബ്, ദെൻ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സോയിലിന്റെ വെയിറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് mass of solids 16.5 kilogram. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7. നേരത്തെ കേസിൽ എന്തായിരുന്നു? അവരെന്ത് തന്നിട്ടുണ്ടായിരുന്നു? യൂണിറ്റ് വെയിറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല. ഇവിടെ ആക്ച്വലി യൂണിറ്റ് വെയിറ്റ് അല്ല വേണ്ട, നമുക്ക് എന്താ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വേണ്ട അല്ലെ. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് അറിയാവുന്ന വാല്യൂ. സോ ദേ ആർ നോട്ട് ഗിവിംഗ്, we have no problem, we will just assume what is the actual value. So we are assuming density of water as 1000 kilogram per meter cube. ഈ വാല്യൂ നമുക്ക് അറിഞ്ഞു വെക്കേണ്ടതാണ്. So we can directly substitute it. So rho W is equal to 1000 kilogram per meter cube. So നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്ത് എഴുതി. ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഫസ്റ്റ് എന്താ? വാട്ടർ കണ്ടന്റ്. വാട്ട് ഈസ് വാട്ടർ കണ്ടന്റ്? നേരത്തെ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് എഴുതിയതിന് പകരം മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100 എന്ന് വെച്ച് ചെയ്യുക. സോ മാസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ മാസിൽ നിന്ന് മാസ് ഓഫ് സോളിഡ്സ് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ യു ഗെറ്റ് ദ ആൻസർ as 3.5 കിലോഗ്രാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട്, യു വിൽ ഗെറ്റ് 3.5 divided by 16.5.
into 100. The answer is 21.21%. So water content കിട്ടി. Just weight in the സ്ഥാനത്ത് mass substitute ചെയ്തത് same equation ഉപയോഗിക്കുക. Okay. Now we got water content. Water content is 21.21%. What is next? Density of moist soil. So density of moist soil എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി ആണ്. നേരത്തെ വെയിറ്റിന് പകരം മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാസ് എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് കണ്ടീഷനിലുള്ള മാസ്. അത് എത്രയാ? 20 കിലോഗ്രാം. 20 കിലോഗ്രാം ബൈ 0.011. You will get the answer as 1818.18 kilogram per meter cube. That is the bulk density. So bulk density കിട്ടി. bulk density വാല്യൂ ആയി. ഇതെന്താ കണ്ടുപിടിക്കണ്ടേ? ഡ്രൈ ഡെൻസിറ്റി. ഡ്രൈ ഡെൻസിറ്റി എന്താ? മാസ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം. ഡ്രൈ സ്റ്റേറ്റിലുള്ള സോളിഡ്സിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അത് എത്രയാ? മാസ് 16.5 ഡിവൈഡഡ് ബൈ വോളിയം 0.011. You will get the answer as 1500 kilogram per meter cube. So you got dry density is equal to 1500 kilogram per meter cube. So dry density കിട്ടി. നെക്സ്റ്റ് എന്താ വേണ്ടേ? void ratio. സെയിം മെത്തേഡ്. സോ നമ്മൾ ബേസിക് ഡെഫിനിഷൻ ഇവിടെയും വോളിയം ഒന്നും തന്നിട്ടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. സോ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളതാണ്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ വി കാണ്ട് യൂസ് ദിസ് ഇക്വേഷൻ. സോ വി ആർ ഗോയിങ് ടു യൂസ് ദ അതർ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് യൂണിറ്റ് വെയിറ്റിന് പകരം നമ്മൾ എന്ത് മാറ്റി എഴുതി? യൂണിറ്റ് വെയിറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡെൻസിറ്റി. സോ ഗാമ ഡി ഈസ് ചേഞ്ച് ടു റോ ഡി, ഗാമ ഡബ്ല്യു ഈസ് ചേഞ്ച് ടു റോ ഡബ്ല്യു. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് these values and take out E, you can get another equation. Void ratio E is equal to G rho W divided by rho D minus 1. Same. എല്ലാം നമുക്കറിയാവുന്ന വാല്യൂ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. While substituting, you get void ratio is equal to 0.8. So void ratio കിട്ടി. void ratio എത്രയാ? 0.8. So ആദ്യത്തെ നാലെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പോറോസിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. പോറോസിറ്റി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ചെയ്യുമ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ഒരു വ്യത്യാസവും വരാനില്ല. കാരണം ഈ രണ്ട് ഇക്വേഷനിലും മാസ് വരുന്നില്ല, യൂണിറ്റ് വെയിറ്റ് വരുന്നില്ല. സോ എവറിത്തിങ് ഈസ് സെയിം. സോ വിൽ സി ഇവിടെ വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ് പോറോസിറ്റി അല്ലേ. സോ പോറോസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം എന്താ? വോളിയം ഒന്നും ഇല്ല. സോ വി ആർ ഗോയിങ് ടു യൂസ് ദ ഇന്റർ കണക്ഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോറോസിറ്റി ആൻഡ് void ratio. N is equal to E by 1 plus E. Direct substitution ആണ്. E നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 0.8 by 0.8 plus 1. You will get the answer as 0.45. നമ്മൾ ഡെസിമൽ ആയിട്ടല്ല പോറോസിറ്റി റെപ്രസെന്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് 45%. You get the answer. Now porosity is 45%. Last one is degree of saturation. എന്തായിരുന്നു degree of saturation? Volume of water divided by volume of voids into 100. ഇവിടെ volume of water വോയിഡ്സും തരാത്തതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷന് പകരം E is equal to WG by S ഉപയോഗിക്കുന്നു. ഇന്റെ വാല്യൂ അറിയാം, ഡബ്ല്യുവിന്റെ വാല്യൂ അറിയാം, ജിന്റെ വാല്യൂ അറിയാം. സോ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു. വി ആർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ്. സോ 0.21 into 2.7 divided by 0.8. So the answer comes to 0.71. Again, degree of saturation is expressed as a percentage. So the answer is 71%. Degree of saturation is 71%. So ഈ പ്രോബ്ലം നമ്മൾ ചെയ്തു. മാറ്റം വന്നത് എന്തായിരുന്നു? വെയിറ്റിന് പകരം മാസായി, യൂണിറ്റ് വെയിറ്റിന് പകരം ഡെൻസിറ്റി ആയി. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ജസ്റ്റ് ഐഡന്റിഫൈ ഇൻ വിച്ച് യൂണിറ്റ്സ് ദേ ആർ ഗിവിംഗ് ദ ക്വസ്റ്റ്യൻ, ദെൻ ചേഞ്ച് യുവർ ഇക്വേഷൻസ് ആൻഡ് ബേസിക് ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിംപ്ലർ ആണ്. നമ്മൾ ആദ്യം ചെയ്ത കുറച്ച് സ്റ്റെപ്സ് ഇല്ലാതെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആദ്യം തന്നെ തന്നിട്ടുണ്ട് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, വാട്ടർ കണ്ടന്റ് 17%. ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. സോ ഇത് വെച്ച് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. G 2.67 ആണ്. യൂണിറ്റ് വെയിറ്റ് 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. നേരത്തെ പ്രോബ്ലം പോലെ അയാൾ കണ്ടുപിടിക്കില്ല. പക്ഷെ രണ്ട് സ്റ്റെപ്പ് ഒഴിവായി. കാരണം ആദ്യത്തെ അവർ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സോ ആദ്യം തന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക. യൂണിറ്റ് വെയിറ്റ് 16 കിലോന്യൂട്ടൺ, അത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലേ. സോ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 17%. സ്പെസിഫിക് ഗ്രാവിറ്റി 2.67 ആണ്. ഇനി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ട്, അത് 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതാണ് ഗാമ ഡബ്ല്യു അല്ലെ. ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ? ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. എന്താ ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ബേസിക് ഡെഫിനിഷൻ? വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം. ഈ ക്വസ്റ്റ്യനിൽ വെയിറ്റ് തന്നിട്ടില്ല, വോളിയം തന്നിട്ടില്ല. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. തന്നിട്ടുള്ളത് ആകെ എന്താ? ഗാമ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, ഗാമ ഡി തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഉണ്ട്.
അവസാനമായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. സോ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമുക്കറിയാം, വാട്ടർ കണ്ടന്റ് നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗാമ? ഗാമ ഈസ് 60. 1 പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജിലാണ് വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് എ ഡെസിമൽ. എപ്പോഴും ശ്രദ്ധിക്കുക, ആൻസർ കൊടുക്കുമ്പോൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ ഫൈനലി പെർസെൻറ്റേജിൽ റെപ്രസെന്റ് ചെയ്യണം നമ്മൾ. പക്ഷേ ഇതേ വാട്ടർ കണ്ടന്റ് എവിടെയെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വന്നാൽ അതിൽ ഇൻറ്റു 100 നമ്മൾ എവിടെയും ചെയ്യുന്നില്ല. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് എ ഡെസിമൽ. സോ 16 ബൈ 1 പ്ലസ് 0.17 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഈസ് 13.67 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സോ നമ്മൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചു. സോ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് വാല്യൂ എത്രയാണ്? 13.67 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ട? വോയിഡ് റേഷ്യോ. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. നേരത്തെ പോലെ ഓരോ ഇക്വേഷൻ എടുത്ത് നോക്കുന്നില്ല. വി ആർ ജസ്റ്റ് ഗോയിങ് ഡയറക്ട്ലി ടു ഗാമ ഡി. കാരണം എന്താ, ഇവിടെ ബേസിക് ഡെഫിനേഷൻ വെച്ച് ഉപയോഗിക്കാൻ വോളിയം ഒന്നും തന്നിട്ടില്ല. സോ ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. സോ ജി അറിയാം, ഗാമ ഡബ്ല്യു അറിയാം, ഇ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ if we have to find E, substitute all other value, rearrange the equation. E is equal to G gamma W by gamma D minus 1. So all values are here, substitute here. 2.67 into 10 divided by 13.67 minus 1. So when you substitute, you get void ratio as 0.95. So you got void ratio which is 0.95. അടുത്ത കണ്ടുപിടിക്കേണ്ടത് പോറോസിറ്റി. സോ പോറോസിറ്റിന്റെ ബേസിക് ഡെഫിനേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വോളിയംസ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ ഡയറക്റ്റ്ലി എന്തിനു പോകുന്നു? ഫങ്ഷണൽ റിലേഷനിലോട്ട് പോകുന്നു. n ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ. സോ ഇന്റെ വാല്യൂ 0.95 ജസ്റ്റ് കണ്ടുപിടിച്ചു. 0.95 ഡിവൈഡ് ബൈ 0.95 പ്ലസ് 1, യു ഗെറ്റ് ദ ആൻസർ ആസ് 0.487. ഓക്കെ, പോറോസിറ്റി നമ്മൾ ഡെസിമൽ ആയിട്ടല്ല പെർസെൻറ്റേജ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് 48.7%. So you got porosity. Porosity is 48.7%. What is last one? Degree of saturation. How to find degree of saturation? Again, volume of voids, volume of water by volume of voids ആണ്. ഒരു വോളിയം തന്നിട്ടില്ല. We are going directly to the functional relationship. E is equal to Wg by S. E യും W യും G യും നമുക്കറിയാം. So equation rearrange ചെയ്തു. S is equal to Wg by E. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Finally, we get the answer as 0.48. So what is degree of saturation value? 0.48, which can be represented as 48%. So we got degree of saturation, it is 48%. Okay. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഏകദേശം സിമിലർ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. എന്നാൽ ഒരു വർഷം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇച്ചിരി ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. എ സോയിൽ സാമ്പിൾ ഹാസ് യൂണിറ്റ് വെയിറ്റ് 20.11 kilonewton per meter cube and the water content is 15%. Calculate water content if the soil partially dries to a unit weight of 19.42 kilonewton per meter cube and the void ratio remains unchanged. എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. സോ ഒരു സോയിൽ സാമ്പിൾ ആദ്യം എടുക്കുന്നു. ആ സോയിൽ സാമ്പിളിന്റെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ രണ്ട് കേസസ് ഉണ്ട് ഇവിടെ. കേസ് 1 സോയിൽ സാമ്പിൾ ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ്, കേസ് 2 സോയിൽ സാമ്പിൾ ഡ്രൈ ചെയ്തതിന് ശേഷം. സോ ഫസ്റ്റ് കേസ് എന്താ? സോയിൽ സാമ്പിൾ നാച്ചുറൽ ആയിട്ട് എടുത്തു കഴിയുമ്പോഴുള്ള യൂണിറ്റ് വെയിറ്റ് തന്നു. യൂണിറ്റ് വെയിറ്റ് എത്രയാ? 20.11 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അത് കഴിഞ്ഞിട്ട് ആ സോയിൽ സാമ്പിൾ കുറച്ച് ഡ്രൈ ചെയ്തു. പാർഷ്യൽ ഡ്രൈയിങ് ആണ് അല്ലെ. സോ പാർഷ്യൽ ആയിട്ട് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? വെയിറ്റ് കുറയും. വെയിറ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് വെയിറ്റ് കുറയും. സോ ഇവിടെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 19.42 kilonewton per meter cube. So you got, what all you got? Gamma 1 and gamma 2 are 2 cases. So രണ്ട് കേസിൽ ഒരേ സോയിൽ സാമ്പിൾ ഡ്രൈ ചെയ്യുമ്പോഴുള്ള യൂണിറ്റ് വെയിറ്റ് മാറുന്നു. ആ രണ്ട് യൂണിറ്റ് വെയിറ്റ് നമ്മൾ എഴുതി. സോ അടുത്തത് ആദ്യത്തെ കേസിലെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. സോ W1 is 15%. അല്ലെ, W1 is 15%. W2 തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് വാട്ടർ കണ്ടന്റ് എന്താ പറഞ്ഞേക്കുന്നത്. സോ W2 നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് കേസിലെ യൂണിറ്റ് വെയിറ്റ് തന്നു, വാട്ടർ കണ്ടന്റ് ഒരു കേസിൽ തന്നിട്ട് നമ്മളോട് രണ്ടാമത്തെ കേസിൽ കണ്ടുപിടിക്കാൻ പറയുന്നു. ലാസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, ദ വോയിഡ് റേഷ്യോ റിമെയിൻസ് അൺചേഞ്ച്. അതായത് ഈ സോയിൽ സാമ്പിൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ വോയിഡ് റേഷ്യോയിൽ മാറ്റമൊന്നും വരുന്നില്ല. അതായത് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. സോ
E1 ഈസ് ഈക്വൽ ടു E2. അതായത് രണ്ട് കേസിലും വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് E1 ആണ് അല്ലെ. ഇനി ഇത്രയും ഡാറ്റയെ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഇത് വെച്ച് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഒരു കേസിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം, ഈ ഒരു കേസിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യണം അല്ലെ. അങ്ങനെയല്ല സാധാരണ നമ്മൾ ചെയ്യുക. രണ്ട് ഇക്വേഷൻ കിട്ടും, രണ്ട് ഇക്വേഷനും രണ്ടെണ്ണവും ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്താ, നമുക്കറിയാവുന്ന ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഒക്കെ എഴുതാം. സോ ആദ്യത്തെ എടുക്കുക, E is equal to WG/S. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതി നോക്കാം. സോ ഇ എന്ന് പറയുന്ന രണ്ട് കേസിന് സെയിം ആണ്, അതുകൊണ്ട് ഒരു അൺനോൺ ഉണ്ട് അല്ലെ. ഇ എന്ന് പറഞ്ഞത് ഒരു അൺനോൺ ആണ്. വാട്ടർ കണ്ടന്റ് ഫസ്റ്റ് കേസിൽ തന്നു, ഓക്കെ, ഇവിടെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? തന്നിട്ടില്ല. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. സോ ഇ അൺനോൺ ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി അൺനോൺ ആണ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അൺനോൺ ആണ്. മൂന്ന് അൺനോൺ ഉണ്ട്, രണ്ട് ഇക്വേഷനും ഉണ്ട്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇല്ല. സോ ആ ഇക്വേഷൻ നമ്മൾ കളഞ്ഞു. രണ്ടാമത്തത് ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+C. ഇതിൽ ഗാമ ഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ. ഡ്രൈ ഡെൻസിറ്റി തന്നിട്ടില്ല, ഡ്രൈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നെക്സ്റ്റ് ഗാമ ഡബ്ല്യു നമുക്കറിയാം 9.81 kN/m³ ആണ്. നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ജി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടില്ല. സോ ഇ വോയിഡ് റേഷ്യോ അതും സെയിം ആണെന്ന് അറിയുള്ളൂ, തന്നിട്ടില്ല. ഇവിടെ എത്ര അൺനോൺ ഉണ്ട്? ഇ അൺനോൺ ആണ്, ജി അൺനോൺ ആണ്, ഗാമ ഡി അൺനോൺ. മൂന്ന് അൺനോൺ ഉള്ളതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിലോട്ടൊന്ന് നോക്കുക, നമ്മൾ വേറൊരു കൺസെപ്റ്റ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ജി സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെ. ഒരു മെറ്റീരിയലിന്റെ, ഇപ്പൊ സ്റ്റീൽ ആയിക്കോട്ടെ, സ്റ്റീലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയിരിക്കും, സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയിരിക്കും, സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സെയിം ആയിരിക്കും. സോ ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ഇസ് ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ്. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് എപ്പോഴും എന്താണ്? 9.81 kN/m³, അല്ലെങ്കിൽ 1 g/cc ആണ് അല്ലെ. അതിനൊരു ചേഞ്ചും വരുന്നില്ല. ഗാമ ഡബ്ല്യു ഈസ് ഓൾവേസ് 9.81. സോ ജി ഈസ് കോൺസ്റ്റന്റ്, ഗാമ ഡബ്ല്യു ഈസ് കോൺസ്റ്റന്റ്. സോ ഇതിന്റെ അവസാനത്തെ സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? വോയിഡ് റേഷ്യോ റിമെയിൻസ് അൺചേഞ്ച്. എന്ന് വെച്ചാൽ എന്താ? ഈ സോയിൽ സാമ്പിളിൽ വോയിഡ് റേഷ്യോയും കോൺസ്റ്റന്റ് ആണ്. സോ ഡിനോമിനേറ്ററും കോൺസ്റ്റന്റ് ആണ്, ന്യൂമറേറ്ററും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഗാമ ഡി ഈസ് കോൺസ്റ്റന്റ്. ഗാമ ഡി കോൺസ്റ്റന്റ് ആണെങ്കിൽ all constants, so we can write gamma d1 before partial drying, gamma d1 after partial drying. So ഈ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. സോ ഇനി ഗാമ d1 വെച്ച് സോൾവ് ചെയ്യാൻ പറ്റണം അല്ലെ. ഇവിടെ പുതിയൊരു ക്വാണ്ടിറ്റി, ഈ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ട് വാല്യൂ വെച്ച് ഗാമ d1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഇവിടെ ഈസി ആയിട്ട് ഈ ഗാമ d1 ഉപയോഗിച്ച് W2 കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1+W ആണ്. സോ ഗാമ അറിയാം, ഡബ്ല്യു അറിയാം, ഗാമ ഡി കണ്ടുപിടിച്ചൂടെ? ആ ഗാമ ഡി ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് W2 കണ്ടുപിടിച്ചൂടെ? പറ്റും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വി ആർ ഗോയിങ് ടു യൂസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Gamma d1 is equal to gamma 1 by 1 plus W1. Gamma 1 in the value 20.11, W1 in the value 0.15. After substituting, you will get the value of dry density at the first case, which is equal to 17.48 kN/m³. ഇതേ ഡെൻസിറ്റി തന്നെയായിരിക്കും, ഇതേ ഡ്രൈ ഡെൻസിറ്റി തന്നെയായിരിക്കും ഈ സോയിലിൽ. കാരണം അത് വോയിഡ് റേഷ്യോയ്ക്ക് ചേഞ്ച് വരുന്നില്ല. സോ ഡ്രൈ ഡെൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ ഇൻ സെക്കൻഡ് കേസ് ഓൾസോ ഗാമ d1 is 17.48 kN/m³. സോ ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എഴുതുന്നു. ഗാമ d1 is equal to gamma 2 by 1+W2. സോ സെക്കൻഡ് കേസിൽ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ ഗാമ 2 W2 ഗാമ d1, ഇതിൽ ഗാമ d1 ഗാമ 2 നമുക്ക് അറിഞ്ഞൂടെ, W2 കണ്ടുപിടിച്ചാൽ പോരെ. സോ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു. W2 is equal to gamma 2 by gamma d1 minus 1. Substitute all the values. Gamma d1 in the value 17.48, gamma 2 in the value 19.48 minus 1. You will get water content as 0.11. So water content usually is expressed as 11%. So you get it 11%. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, കണ്ടീഷൻസ് മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതുക, എന്താണ് മിസ്സിംഗ് നോക്കുക, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഫോം ചെയ്യണം. ആ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എഴുതുക, അതിൻ്റെ അകത്ത് ഏതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കുക. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ജനറലി ആദ്യം ചെയ്ത 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാമായിരിക്കും. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രോബ്ലം പാർട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എല്ലാ ബേസിക് ഡെഫിനിഷനും പഠിച്ചിരിക്കണം, എല്ലാ
ബേസിക് ഡെഫിനേഷനും എല്ലാ ഫങ്ഷണൽ റിലേഷൻഷിപ്പും പഠിച്ചിരിക്കണം. ഇത് രണ്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റ് 1 കഴിഞ്ഞു. യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രൊഡക്ഷനും ബേസിക് ഡെഫിനേഷനും പ്രോബ്ലം സോൾവിങ്ങും ആയിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസും അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് കാണും. Okay, thank you for the patient listening. Thank you.